ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തൊപ്പി മുങ്ങി മമ്മു അറസ്റ്റിൽ. ഇതാണ് ഇപ്പോൾ പാരലൽ വേൾഡിൽ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പീനെ കാണാനില്ല, തൊപ്പി മുങ്ങി മുങ്ങി ഒരു തൊപ്പീനെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റുന്നില്ലേ? ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് അന്വേഷണത്തിന് പോകുന്നത്. ഈ ഷമീറിൻ്റെയൊക്കെ വീഡിയോ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, ജാസീൻ്റെയൊക്കെ വീഡിയോ അവർ യൂട്യൂബിൽ ഇട്ടത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വിചാരിച്ചു ഇപ്പോൾ അന്വേഷണം ഉണ്ടാവും, DGP അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം ഇപ്പം തന്നെ ഉണ്ടാവും, ഞങ്ങളെയൊക്കെ ഇപ്പം ചോദ്യം ചെയ്യും, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവർക്ക് മുങ്ങാനുള്ള നല്ല അവസരം ഉണ്ടായി എന്നാണ് പറയേണ്ടി വരിക. കാരണം ഈ തൊപ്പി അവസാനമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ കേസ് കൊടുത്തു, ആണിതൊക്കെ ഇവൻ പൊട്ടൻ പിള്ളേരുടെ അടുത്ത് പറയുന്നതാണ്. ഇവൻ്റെ കൂട്ടുള്ള ആൾക്കാരുടെ വിവരം ചിലപ്പോൾ അതായിരിക്കും. ആണെന്ന് പറഞ്ഞിട്ട് ഇവൻ മുങ്ങിയതാണ് അന്ന് കാറിൽ ഇരുന്നിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ട്. അതിനുശേഷം ഇവൻ വെളിച്ചം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇവൻ വന്നിട്ടില്ല. ഇന്ന് നോക്കുമ്പോൾ ഇവരുടെ ഗ്യാങ്ങിൽ ഏറ്റവും വലിയ മണ്ടൻ ഉള്ള എല്ലാവരും പറയുന്ന മമ്മു അറസ്റ്റിലായിട്ടുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്നൊക്കെയാണ് തോന്നുന്നത്. മമ്മുവിൻ്റെ വായിൽ നിന്നാണെങ്കിൽ എല്ലാ കാര്യവും കിട്ടുകയും ചെയ്യും. കാരണം ഒരുവിധ വിവരവും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. വല്ല മുട്ടപ്പപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ എല്ലാം വിളിച്ചു പറയുന്നതാണ് നമുക്ക് തോന്നുന്നത്. മമ്മുവിന് എന്തായാലും പൊക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ജാസി, ഷമീർ, അതുപോലെ തൊപ്പി, ഇവരെയൊക്കെ പൂട്ടിക്കെട്ടി ഇതുപോലെയുള്ള പബ്ലിക് ന്യൂസൻസിനെ ഇനി പുറം ലോകത്തേക്ക് എടുത്തു വിട്ട് വൃത്തികെട്ട വീഡിയോസ് സമൂഹത്തിൻ്റെ മുന്നിലോട്ടേക്ക് എത്തിപ്പിക്കാണ്ട് നോക്കേണ്ടത് കേരള പോലീസിൻ്റെയും സൈബർ ടീമിൻ്റെയും കടമയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പം തന്നെ ചാനലും കാര്യങ്ങളെല്ലാം പൂട്ടിക്കെട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം ചാനലുകൾ ന്യൂസിലൊക്കെ ഇപ്പോൾ ഫുള്ള് ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് പാരലൽ ലോകവും ഗെയിമിംഗ് വേൾഡിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന കാര്യം ഇന്ന് മെയിൻ സ്ട്രീം ഓഡിയൻസിന് മുമ്പിലോട്ടേക്ക് ഇത് വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുക ഫുള്ള്. അപ്പോൾ നമുക്ക് ഒരു ന്യൂസ് ഇപ്പം കണ്ടിട്ടുണ്ട് മമ്മൂൻ്റെ കാര്യം. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്താ സീനെന്ന്. തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു ഈ 3 പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. അവസാനം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത്. ഇപ്പോ പരാതിയിൽ എന്തൊക്കെയാണ് ഈ മമ്മുവിനെതിരെയുള്ള ആരോപണങ്ങൾ? ഗോകുൽ, മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. 1ാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. പിന്നീട് ജാസി, ഇവരെല്ലാം പ്രതികളാണ്. ഇതിലെ 4ാം പ്രതിയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഈ വീഡിയോയിൽ, അതായത് തൊപ്പിയുമായി തെറ്റിപ്പിരിച്ചതിന് ശേഷം അവസ്ഥ അത് തന്നെ. കയ്യിലിരിപ്പ് വലിയ മോശം. നമുക്കറിയാലോ, പണ്ടൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് എന്തൊക്കെ വേട്ടാവിളയത്തരാണ് മമ്മു പോയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും എല്ലാത്തിൻ്റെയും ചീട്ട് കയറി നല്ല രീതിയിൽ അഹങ്കരിക്കുന്നതായിരുന്നു. എന്തോ വലിയ തേങ്ങയാണ്, ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തിയെന്നൊക്കെ. ഒരു നിമിഷം കൊണ്ട് പോയോ? ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയോ? ഇനി എങ്ങനെ ഈ യൂട്യൂബ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കും? പോലും വന്നിരിക്കും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തന്നെ ആര് കാണും? നിങ്ങളെയൊക്കെ കൊണ്ട് നല്ല നല്ല സംഭവമാണല്ലോ. നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ള ഇതിൽ പെട്ട ആൾക്കാരൊക്കെ എങ്ങനെയാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്? കുണ്ടന്നൂർ ഗ്യാങ് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ്? എക്സ് ലവർ വന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു, വേറെ ആൾക്കാരെ വോയിസ് മെസ്സേജ് എക്സ്പോസ്ഡ് ആവുന്നു. അടിപൊളിയായിട്ട് എന്തായാലും ഇത്രയും വലിയൊരു വീഴ്ച യൂട്യൂബ് ചരിത്രത്തിൽ ആർക്കും ഉണ്ടായിട്ടാവില്ല. ഇത്രയും നാറിയൊരു വീഴ്ച. ഇനി മലയാളത്തിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പരിപാടി നടത്താൻ പറ്റുമെന്ന് മക്കൾ വിചാരിക്കണ്ട. ചീട്ട് കീറിയിട്ടുണ്ട്. വെളുപ്പിക്കാൻ വേണ്ടി ഇനി വന്നിട്ട് കാര്യമില്ല. സോപ്പ് ഒരു 10 കിലോ വാങ്ങിച്ചാൽ കൂടി വെളുക്കില്ല. തൊലി ഉരിഞ്ഞു പോയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ ആരെയൊക്കെ പൊക്കും നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.